അവസാനോട് 7ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോഴാണ് പറഞ്ഞത്. ചൂടോടുകൂടി ഹലോ ഫ്രണ്ട്സ്, മിക്കുറോ ഗ്ലാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കരിക്കങ്ങ് ക്ഷേത്രത്തിലാണെങ്കിൽ എല്ലാ വർഷവും ആണെങ്കിൽ 10,000-ലധികം ഭക്തജനങ്ങൾക്കാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഫുഡാണെങ്കിൽ കൊടുക്കുന്ന ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത്തവണ വന്നിട്ട് വെജിറ്റബിൾ ബിരിയാണിയാണ് കൊടുക്കുന്നത്. 10,000-ലധികം ഭക്തജനങ്ങൾക്കാണ് ഇത്തവണ വെജിറ്റബിൾ ബിരിയാണി കൊടുക്കുന്നത്. അറേഞ്ച്മെന്റ് കണ്ടാകൂടെ വിളമ്പണം കൊടുത്തു വിടുകയല്ലേ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് മേടിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ഓപ്ഷൻ ഇല്ലാതെ കുറച്ചിട്ടാൽ അത്ര മതി, വളരെ കുറച്ച് മതി. ഓക്കെ, അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് സാലഡ് വേടാ. ഇപ്പോൾ കുറച്ച് സാലഡ് കുറച്ച് അച്ചാർ ചേട്ടാ. അച്ചാർ ഓക്കെ, താങ്ക് യു. അവിടെ വന്നാലും പറ്റുള്ളൂ. അവിടെ വരണമല്ലേ. ഓക്കെ, വന്നു. അച്ചാർ വെച്ചു, സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. വലിയൊരു ക്യൂ ഉണ്ട്. ഇപ്പോൾ കരിക്കകത്ത് വന്നു കഴിഞ്ഞാൽ 10,000-ലധികം ഭക്തജനങ്ങൾക്ക് ഓരോ പൊങ്കാലയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് ആ സംഭവം നടത്തുന്നത്. ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാസങ്ങളായിട്ട് തുടങ്ങുന്ന ഒരു പ്രിപ്പറേഷനാണ്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ നല്ല രീതിയിലുള്ളൊരു ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉള്ള സമയത്ത് PNGയും അതുകൂടാതെ തന്നെ അല്ലാതെ കുറേ വിറകൊക്കെ വെച്ചിട്ടൊക്കെയാണ് അവർ കുറേ കഷ്ടപ്പെട്ട് തന്നെയാണ് ഭക്ഷണം റെഡിയാക്കിയത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു ബിഗ് സല്യൂട്ട് തന്നെ പറയണം. ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ ഇവിടെ വെളിയിൽ ക്യൂ നിൽക്കുന്നുണ്ട്. കേസ് ക്ഷേത്രത്തിൽ ഗ്രാൻഡ് ആയിട്ടുള്ള അന്നദാനം കൊടുക്കുന്ന ഭാരവാഹികളാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ചേട്ടാ ഇവിടുത്തെ ആ ഒരു അന്നദാനത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മളിത് 2007 തുടങ്ങിയതാണ്. ഒരു 50 പേർക്ക് കൊടുത്ത് തുടങ്ങിയതാണ്. ഓരോ വർഷം കൂടുന്തോറും നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് 2026 ആവുമ്പോൾ ഒരു 10,000 പേർക്ക് അന്നദാനം കൊടുക്കാനുള്ള ഇതിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. ായിട്ടൊന്നുമില്ല, നമ്മളൊരു കൂട്ടായ്മയായിട്ടാണ്. പിന്നെ ആണ്ടുതോറും നടത്തി വരാറുള്ള പൊങ്കാല മഹോത്സവം ഈ പ്രാവശ്യം അന്നദാനം ദേവിയുടെ നാമത്തിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ കരിക്കകത്ത് PNG റെഡിയാക്കി സപ്പോർട്ട് ചെയ്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഇത്രയും അടിപൊളിയായിട്ട് അവർ നടത്തി. അടുത്ത പ്രാവശ്യം എന്താണ് ഗ്രാൻഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇതിനേക്കാളും ഗ്രാൻഡ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ. വെജിറ്റബിൾ ബിരിയാണി തന്നെയാണ്. നമ്മൾ എല്ലാ വർഷവും ഇവിടെ തന്നെ വന്നിരുന്ന് പൊങ്കാല ഇടുന്നത്. ഇവിടുന്ന് തന്നെയാണ് അന്നദാനം കഴിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. കഴിച്ചാ? രണ്ടാമത്തെ പ്ലേറ്റ് ആണല്ലോ വാങ്ങിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞോ? ആകെ ഒറ്റ പ്ലേറ്റ് വാങ്ങിച്ചോളാം. ഫുഡ് എന്താണ് അഭിപ്രായം? എന്താണ്? എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. എന്തായിരുന്നു സംഭവിക്കുന്നത്? എന്തായിരുന്നു? ഫ്രൈഡ് റൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയാണ് വന്ന് ഭക്ഷണം കഴിച്ചത്. കൊള്ളായിരുന്നു. നല്ല അഭിപ്രായം. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കിട്ടിയില്ല. ഓക്കെ,
അമ്മയ്ക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ലേ? ഇല്ല ഇല്ല, അതെന്തേ? പോയി ക്യൂ നിൽക്കുകയാണ്. വാങ്ങിച്ചായിരുന്നു ചേച്ചി? വാങ്ങിച്ചില്ല. ക്യൂ നിൽക്കാൻ വയ്യ. അത് എവിടെ ഒരു ചേച്ചി ഉണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്? ഭക്ഷണം എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട്? കഴിച്ചായിരുന്നോ? കഴിച്ചു. കഴിക്കുന്നില്ലേ ഒന്നും? അടിപൊളി. എല്ലാ വർഷവും ഞാൻ കഴിക്കുന്നതിന് അടിപൊളി കഴിച്ചു. കഴിഞ്ഞ വർഷം കഴിച്ചതുകൊണ്ട് ഇപ്രാവശ്യം കൊള്ളാം. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ. ഇവിടെ രണ്ടുപേരും ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? വാങ്ങിച്ചില്ല. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ? എന്തായിരുന്നു? വെജിറ്റബിൾ ബിരിയാണി. ചേട്ടാ കഴിച്ചു കഴിഞ്ഞില്ലേ? കൊച്ചിനെ കൊടുത്തോണ്ടിരിക്കുകയാണോ ഭക്ഷണം? ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ക്ഷീണിച്ച് വരുന്നവർക്ക് ചൂടോടുകൂടി വെജിറ്റബിൾ ബിരിയാണി. സൂപ്പർ. ഓക്കെ. എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? ഇതിപ്പോ ഞാൻ വരുന്നത് 10ാമത്തെ പ്രാവശ്യം. 10ാമത്തെ പ്രാവശ്യം. എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? ഞാൻ അവസാനം 7ാം ക്ലാസ്സിൽ ഇപ്പോഴാണ് പറഞ്ഞത്. 7ാം ക്ലാസ്സിൽ പോയിട്ട് ഇപ്പയാണ് മുങ്ങിയിട്ട് ഇപ്പയാണ് പൊങ്ങിയത് ആണോ? അപ്പൊ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും വരത്തില്ല? ഞാൻ ഹോസ്റ്റലില്. എന്ത് ചെയ്യാ? നഴ്സിംഗ്. എവിടെയാ? കന്യാകുമാരിയിൽ. ഓക്കെ. അപ്പോൾ ഇത്തവണ റിസൾട്ടിൽ എന്തെങ്കിലും ടോപ്പ് കിട്ടാൻ വേണ്ടി? എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമോ? ചേച്ചി ഫുഡ് കഴിച്ചായിരുന്നാ? കഴിച്ചില്ലേ? ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? നല്ലൊരു എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? എന്തുണ്ട് അഭിപ്രായം? ഓക്കെ. അമ്മയുടെ കഴിച്ച് തീരാറ്. എന്താണ് അമ്മ കഴിച്ചു കഴിഞ്ഞോ? അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞായിരുന്നോ? കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? തെറ്റൊന്നുമില്ല. നല്ല അഭിപ്രായമാണ്. ചോദിക്കും. ചോറാണല്ലോ കഴിക്കുന്നത്. എങ്ങനെയുണ്ട് ഭക്ഷണം? താണ്ടി പോയെന്നറിയാമോ? ആണോ? ചോറിന് ആണോ? ഭക്ഷണം കിട്ടാൻ ഇഷ്ടം പോലെ നിരക്കുമെന്നോ? ഒരുപാട് സമയം. അടുത്ത പ്രാവശ്യം എന്തായാലും അത് സോൾവ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? ചെയ്യാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ. പൊങ്കാല അർപ്പിച്ചായിരുന്നോ? ഇവിടെ നിൽക്കില്ലേ? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? 1 മണിക്കൂറായാ? പൊങ്കാല കിട്ടാ? ഓക്കെ. എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? 1 മണിക്കൂർ. 1 മണിക്കൂറായി. എങ്ങനെയുണ്ട്? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? കുറെ നേരമായാ വെയിറ്റ് ചെയ്യണത്? കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? 1/2 മണിക്കൂറായി. വെയിറ്റ് ചെയ്യുന്നുണ്ടോ? വെയിറ്റിംഗ് ചൂടുണ്ടോ? ചൂടില്ല. ചൂട് കുഴപ്പമില്ല, നല്ല ചൂടാണ്. ഓക്കെ. എങ്ങനെ കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവിടെ ക്ഷീണിച്ചല്ലോ? ഒരു ക്ഷീണവും ഇല്ല. ഓക്കെ, അത് മതി. കുറെ നേരമായോ? ഇല്ല. എങ്ങനെയുണ്ട്? കുറെ നേരമായോ? മക്കളെ എവിടെ പോണോ? ഓക്കെ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ചേച്ചി എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഒന്നുമില്ല. എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? കുറച്ച് നേരമായി. ഓക്കെ. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ ഉണ്ട്. നോട്ടീസൊക്കെ ആണെങ്കിൽ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ കൊടുക്കുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് പോകണമെന്ന്. ചേച്ചി എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? കുറേ പേര് ക്യാമറ കാണുമ്പോൾ ഓടുന്നുണ്ട്. ഓക്കെ. എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്? 1/2 മണിക്കൂറായി. എന്തായാലും ഇവിടെ ഈ ഇതൊക്കെ നെറ്റൊക്കെ കെട്ടിക്കുന്നതുകൊണ്ട് ഒരു സമാധാനം ചൂടില്ല. ഓക്കെ. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഓക്കെ. ഒന്നും മിണ്ടുന്നില്ല. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചി എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? കുറേ നേരമായി. ചൂടുണ്ടോ ഇതിൻ്റെ അകത്ത്? ചൂടേ ഉള്ളൂ. മോൾ എത്ര നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്നു? ചോറ് കഴിക്കാനോ? ഒന്നും മിണ്ടൂലേ?
കുറേ സമയം ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു ക്യൂ ആണ് ഈ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ലാസ്റ്റ് വരെ ഓടി ചെന്ന് കാണിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് ലാസ്റ്റും ബാക്കിലും എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അമ്മച്ചി എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? കുറേ സമയമായി. കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ചൂടുണ്ടോ? നല്ല ചൂടാണ്. നല്ല ചൂടുണ്ട്. വെയിലുണ്ടോ? വെയിലുണ്ട്. പൊങ്കാലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ചൂടുണ്ടോ? കുറച്ച്. ഇതിൻ്റെ അകത്തോട്ട് എന്തായാലും നെറ്റൊക്കെ കെട്ടിക്കുന്നതുകൊണ്ട് പേരിൽ എന്തായാലും ചൂട് കുറയും. ആണോ? ഭയങ്കര ചൂട്. ഇത് കറങ്ങി വന്ന ചൂടൊന്നും ഒരു വിഷയമല്ല. ഞങ്ങൾ ഹാപ്പിയാണ്. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എത്ര ചൂടിലും വെയിലും പറയണ്ട. എത്ര ചൂടിലും വെയിലിലും ഞങ്ങൾ അമ്മേരെ നടയിൽ എന്തായാലും ആദ്യത്തെ പൊങ്കാലയാണോ? ഈ പൊങ്കാലയുടെ അല്ല, പിന്നെ ഇവിടുത്തെ ആളാണ് വെറുതെ വന്നത്. ആരോടെ വന്നു? അമ്മേരോടെ? ഫാമിലി, ഫുൾ ഫാമിലി, ഫ്രണ്ട്സ് ആയിട്ട്. ഓക്കെ, വർഷം കൊണ്ടിടണത്. ഓക്കെ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വെയിൽ എങ്ങനെയുണ്ട്? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഒന്നും മിണ്ടൂല. നല്ല വെയിലും അവിടെ എത്തി. നല്ല വെയിലും നല്ല തണലും. നല്ല തണലും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ പേരാണ് അങ്ങോട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നേരെ ഇനി വീട്ടിൽ പോകണം.